ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കും. തെറ്റുതിരുത്തി വരുന്നവരെ പാർട്ടി സ്വീകരിക്കുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് മർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തീരദേശ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ദേശീയപാത നിർമ്മാണത്തിനായി പുഴയിൽ നിന്ന് മണലെടുക്കുന്നത് അശാസ്ത്രീയമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കും. തെറ്റുതിരുത്തുന്നത് നല്ല കാര്യമെന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ പ്രതികരണം. സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ മറ്റത്തൂരിൽ കോൺഗ്രസ് വിമതർ അനുനയത്തിന് തയ്യാറായിരിക്കുകയാണ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കാനാണ് തീരുമാനം. പ്രസിഡന്റായി സ്വതന്ത്രയായി വിജയിച്ച ടെസി ജോസിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലെന്നാണ് നിലപാട്. പാർട്ടി നിർദ്ദേശിക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന TM ചന്ദ്രൻ പ്രതികരിച്ചു. സ്വാഭാവികമായി ഞങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. ഒരു രീതിയിലുള്ള തീരുമാനവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. KPCC എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അനുസരിക്കും എന്നുള്ളത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് നമ്മുടെ DCC പ്രസിഡന്റ് അല്ലേ. സ്വാഭാവികമായും അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. DCC പ്രസിഡന്റ് പറയുന്നതും KPCC പ്രസിഡന്റ് പറയുന്നതും ഒക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളോട് പാർട്ടി പറയാത്തൊരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. പാർട്ടി എന്താണോ പറയുന്നത് അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന അക്കമിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനും കഴിയില്ല. മറ്റത്തൂർ വിഷയം അവസാനിച്ചുവെന്നും തെറ്റുതിരുത്തുന്നത് നല്ല കാര്യമെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടാൻ പാടില്ല. തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയണം. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി നയമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പൊ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം. ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റുപറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. TCV ന്യൂസ്, തൃശൂർ. മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് രാജിവെക്കും. പ്രസിഡന്റ് രാജിവെക്കാനിടയില്ല. മറ്റത്തൂരിലെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസും വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസും രാജിവെച്ചൊഴിയണമെന്ന് KPCCയുടെ നിർദ്ദേശം. BJP പിന്തുണയോടെ നേടിയ സ്ഥാനങ്ങൾ ഉപേക്ഷിക്കണമെന്ന പാർട്ടി നിലപാടിന്റെ ഭാഗമായാണ് നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം മാനിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് സ്ഥാനമൊഴിയുമെന്ന് സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച പ്രസിഡന്റ് ടെസി ജോസിനെ രാജിവെക്കാൻ നിർബന്ധിതയാക്കില്ലെന്നും അച്ചടക്ക നടപടിക്ക് വിധേയനായ മുൻ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറഞ്ഞു. വിഷയങ്ങൾക്ക് അതിനൊരു പരിണാമ വൃത്തിയിലേക്ക് എത്തുകയാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. KPCC പ്രസിഡന്റിന് വേണ്ടി ഞങ്ങളുമായി സംസാരിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ശ്രീ റോജി ജോൺ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് മാന്യമായ രീതിയിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അതനുസരിക്കണമെന്നാണ്. പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട് എന്നറിയിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഔദ്യോഗികമായി
പാർട്ടിയിൽ അകത്തുള്ളത് വൈസ് പ്രസിഡന്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് രാജിവെപ്പിക്കാം എന്ന് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആളാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഔസേപ്പ് നമ്മളെ ചതിച്ചുപോയ ഒരു ഘട്ടത്തില് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടെസ്സിയെ ഞങ്ങൾ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചാലക്കുടിയിലെ കോൺഗ്രസ് നേതാവും നഗരസഭാ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്തിനെതിരെ പാർട്ടി നേതൃത്വം നടപടിക്കൊരുങ്ങുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം ചോദ്യം ചെയ്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. 3 ദിവസത്തിനകം തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിൽ തോറ്റവരും മത്സരിക്കാത്തവരും പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നത് കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്നായിരുന്നു ബിജു ചിറയത്തിന്റെ ആരോപണം. 5ാം തവണയും ജയിച്ച തന്നെ തഴയുകയും പുതുമുഖങ്ങളെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന തീരുമാനത്തെ വിമർശിച്ച ബിജു ചിറയത്ത് ഇനി ഒരു സ്ഥാനവും ഏറ്റെടുക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബ്ലോക്ക് ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയദീപ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, NR സതീശൻ, കൌൺസിലർ PN വൈശാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PI ഷാനവാസ്, O ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPMന്റെ MPമാർക്കും MLAമാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവാണ്. ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാകും. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത് വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിന്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ? അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാരെ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റിയെന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിവിടെ അങ്ങനെ ഉണ്ടായോ? മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കുന്നു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാകുന്നു. അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല. ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പം അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് തമാശയായി പറഞ്ഞതാണെന്ന് EO ജാഫറിന്റെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AM മുസ്തഫ. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. ജാഫർ കളവ് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ നൽകി നേടിയ പ്രസിഡന്റ് സ്ഥാനം CPM രാജിവെക്കണമെന്നും AM മുസ്തഫ ആവശ്യപ്പെട്ടു. ഇതിന് അബദ്ധം പറ്റി, കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോ അന്ന് അവിടെ വെച്ച് പറയണ്ടേ? അന്ന് വോട്ട് കഴിഞ്ഞിട്ട് CPMന്റെ ബ്ലോക്ക് മെമ്പർക്ക് കൈ കൊടുത്ത് ഇപ്പത്തെ ബ്ലോക്ക് പ്രസിഡന്റിനോട് ചിരിച്ച് സംസാരിച്ച് ആ വീഡിയോ കാണാം. അങ്ങനത്തെ പോണ അവൻ എന്ത് തെറ്റുപറ്റണ്? ഇത് കൃത്യമായിട്ട് പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവൻ ആ ജോലി ചെയ്തു, നേരം പോയി.
ഇതിൽ യാതൊരു മാറ്റവും ഇതിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഇനി തീരുമാനിക്കുന്ന ജനങ്ങളാണ്, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റാണ്. ഇങ്ങനെ ഒരു കോഴ വാങ്ങിയിട്ട് ജയിച്ചിട്ട് ഈ സീറ്റിലിരിക്കുന്നത് വലിയ സുഖമുള്ളതല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി രാജിവെക്കുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുളാൽ ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലമിറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിനു പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു. ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാജുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തീരദേശ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ നിന്നും ദേശീയപാത നിർമ്മാണത്തിനായി പുഴയിൽ നിന്ന് മണൽ എടുക്കുന്നത് അശാസ്ത്രീയമാണെന്ന് പരാതി വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 8ാം വാർഡിലെ സ്ഥലങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചത്. തൃശൂർ ജില്ലാ കളക്ടറും ഇറിഗേഷൻ വകുപ്പും ഹൈവേ കരാർ കമ്പനിയും ചേർന്നാണ് പുഴയിൽ നിന്ന് മണൽ എടുക്കുന്നതിന് കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുന്ന മണൽ താൽക്കാലികമായി ശേഖരിക്കാനുള്ള സ്ഥലം പഞ്ചായത്ത് നൽകുകയും അതിന് പഞ്ചായത്തിന് വാടക നൽകുകയും വേണം. എന്നാൽ മണലെടുക്കുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മാത്രമായതിനാൽ പുഴയുടെ സുഗമമായ ഒഴുക്ക് നഷ്ടപ്പെടാനും ഇത്തരം ഗർത്തങ്ങളിൽപ്പെട്ട് അപകടം സംഭവിക്കാനും സാധ്യത കൂടുതലാണെന്ന് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതായി പ്രസിഡന്റ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി, മഞ്ഞക്കുന്ന്, ചീനിക്കടവ്, ചെന്നായിപ്പാറ, കണ്ണാറ, പട്ടിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശക്തമായ മുഴക്കവും ഭൂചലനവും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ മാസവും പ്രദേശത്ത് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. മണലൂരിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മണലൂർ കാർഗിൽ നഗറിൽ 79 വയസ്സുള്ള ചിറ്റിലപ്പള്ളി തോമസാണ് മരിച്ചത്. ഡിസംബർ 29-ന് മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിക്ക് മുൻവശത്തുള്ള റോഡിൽ വെച്ചായിരുന്നു അപകടം. പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു. തിരുവില്ലാമലയിൽ ബാറിലുണ്ടായ സംഘർഷത്തിൽ 3 യുവാക്കൾ പിടിയിൽ. ഗിരീഷ്, റിൻഡോ, ജോസഫ്, എബിർ എബ്രഹാം എന്നിവരാണ് അറസ്റ്റിലായത്. ബാറിൽ മുമ്പ് സൂപ്പർവൈസറായിരുന്ന ഗിരീഷ് ബാറിലെ ഒരു ജീവനക്കാരനുമായി ആരംഭിച്ച തർക്കം പിന്നീട് കയ്യാങ്കളിയിലും അടിപിടിയിലും കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ ബാർ ജീവനക്കാരന്റെ താടിയെല്ലിനും കാലിലെ എല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ബാറിലെ ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പഴയന്നൂർ പോലീസ് പ്രതികളെ സംഭവസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു.
അളഗപ്പാനഗർ പഞ്ചായത്തിലെ തെക്കേക്കര, പുളിഞ്ചോട്, വരാക്കര പാടശേഖരങ്ങളിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്ത് അംഗം സിനി ബിജുവിന്റെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടറായ KT ജെയിംസ് ആണ് 2 പന്നികളെ വെടിവെച്ചു കൊന്നത്. കർഷകരായ രാജു കിഴക്കൂടൻ, ലിനേഷ് അന്തിക്കാടൻ, NK പ്രദീപ് എന്നിവരും ദൌത്യത്തിൽ പങ്കെടുത്തു. പന്നികളെ നിയമപരമായി മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചുമൂടി. അളഗപ്പാനഗർ പഞ്ചായത്തിൽ വിവിധ പാടശേഖരത്തിലും കൃഷിസ്ഥലങ്ങളിലും നാശം വിതയ്ക്കുന്ന പന്നികളെ തുരത്താൻ നടപടി ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ആഡംബര ബൈക്ക് മോഷ്ടിച്ചു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് റോഡിൽ ഫ്ലൈ ക്രിയേറ്റീവ് ട്രാവൽസിന് മുന്നിൽ നിർത്തിയിരുന്ന ബൈക്കാണ് മോഷ്ടിച്ചത്. ക്രിയേറ്റീവ് ട്രാവൽസിലെ ജീവനക്കാരൻ മലപ്പുറം സ്വദേശി ജിതിൻ നൈറ്റ് ഡ്യൂട്ടിക്കെത്തിയ സമയത്ത് സ്ഥാപനത്തിന് പുറത്ത് വെച്ച ബൈക്കാണ് മോഷണം പോയത്. 2 ബൈക്കുകളിലായി 4 പേർ എത്തുന്നതും അതിൽ ഒരാൾ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതുമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ശീവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മൂർത്തിയേടത്തുമന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും വാക്കുപാലിച്ച വർഗീസ് തെക്കേത്തല. തളർന്നു കിടന്നിരുന്ന എരുക്കുളം ഫ്രാൻസിസിനാണ് പുതുവർഷ സമ്മാനമായി വീൽചെയർ വാങ്ങി നൽകിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് വർഗീസ് തെക്കേത്തല തളർന്നു കിടക്കുന്ന വോട്ടറെ കാണുന്നത്. ജയിച്ചാലും തോറ്റാലും കിടപ്പ് രോഗിയെ കട്ടിലിൽ നിന്നും വീൽചെയറിലേക്ക് മാറ്റുമെന്ന് ഉറപ്പു നൽകിയാണ് വർഗീസ് മടങ്ങിയത്. കാലിന് സ്വാധീനക്കുറവുള്ള വർഗീസ് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ കാറിലാണ് ജോലിക്ക് പോയിരുന്നത്. സർക്കാർ ജീവനക്കാരുടെ അംഗപരിമിതരുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു വർഗീസ്. ഗുരുവായൂർ വമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷിച്ചു. മഹാദേവന് 1008 ഇളനീർ അഭിഷേകത്തിന് ശേഷം 11 കലശങ്ങൾ അഭിഷേകം ചെയ്തു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നടരാജ മണ്ഡപത്തിൽ വിവിധ സംഘടനകളുടെ തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ചോവല്ലൂർ ശിവക്ഷേത്രത്തിൽ 12 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന തിരുവാതിര മഹോത്സവം സമാപിച്ചു. 108 ഇളനീർ അഭിഷേകം, മലർപ്പറ സമർപ്പണം, തൃശൂല സമർപ്പണം എന്നിവ നടന്നു. നടി ദിവ്യ ഉണ്ണിയടക്കം ആയിരങ്ങളാണ് പട്ടും താലിയും സമർപ്പിക്കാനെത്തിയത്. തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി C ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുരക്കോട്ടുകാവ് ആൽത്തറ കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ 7ാമത് തിരുവാതിരക്കളി മഹോത്സവം സംഘടിപ്പിച്ചു. ചുരക്കോട്ടുകാവ് ശ്രീദുർഗ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി പാറശ്ശേരി മനക്കൽ ദേവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തൃശൂർ താലൂക്ക് തഹസിൽദാർ T ജയശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, കൊച്ചിൻ ദേവസ്വം ഓഫീസർ ഗോപേഷ് PG, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഉഷ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചൂരക്കോട്ടുകാവ് ഭഗവതി പറമേ സ്നേഹപൂർവ്വം ഈ തിരുവാതിരക്കളി മഹോത്സവത്തിൽ ബഹുമാനപ്പെട്ട അരനൂറ്റാണ്ടോളമായി ഗുരുവായൂരപ്പന് അന്നമൂട്ടാൻ അരി തയ്യാറാക്കി നൽകുന്ന ദേവസ്വം ഉരൽപുര സേവകയും തിരുവാതിരക്കളിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന 84-കാരി അകമ്പടി ജാനകിയമ്മയെ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ ആദരിച്ചു.
ഉരൽപുരയ്ക്ക് സമീപം നടന്ന സമാദരണ സദസ്സ് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി എന്നിവർക്കും പഞ്ചായത്തിലെ മറ്റ് കോൺഗ്രസ് മെമ്പർമാർക്കും സ്വീകരണം നൽകി. മണ്ണംപേട്ടയിൽ നടന്ന സ്വീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ TO ബൈജു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, ആന്റണി കുറ്റൂക്കാരൻ, KL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അലക്സ് ചുക്കിരിക്കും മറ്റു മെമ്പർമാർക്കും 2010 മുതലാണ് നമുക്ക് 4 പഞ്ചായത്തുകളിൽ വിജയിക്കാൻ. ആദ്യകാലത്ത് തന്നെ സഹായിച്ച നാട്ടുകാരനായ മുരളിയെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി. തളിക്കുളത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസാണ് മുരളിയെ കണ്ടെത്തി ഡോക്ടർ മുഹമ്മദ് അലിയുടെ അടുത്തേക്ക് എത്തിച്ചത്. ജീവകാരുണ്യ പ്രവർത്തകരായ അബ്ദുൾ അസീസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നസീർ പുന്നീർകുളം എഴുതിയ ഓർമ്മകളുടെ തോരാമഴയിൽ നിന്ന് എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേദിയിലായിരുന്നു സ്മരണകൾ ഇരമ്പിയ സമാഗമം. തൃപ്രയാർ പോളിടെക്നിക്കിലെ പഠനത്തിന് ശേഷം 1967 ഇന്ത്യൻ അർദ്ധസൈനിക വിഭാഗമായ ഗ്രിഫിലേക്ക് ജോലി തേടി പോകുമ്പോൾ ഡൽഹിയിൽ മുഹമ്മദ് അലിയെ ട്രെയിൻ മാറിക്കയറാൻ സഹായിച്ചയാളാണ് തളിക്കുളംകാരനായ മുരളി. ആ യാത്രയ്ക്ക് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് അലി മുരളിയെ കണ്ടിട്ടില്ല. അന്ന് റൂർക്കിയിലേക്കുള്ള യാത്ര മുഹമ്മദ് അലിയുടെ ജീവിതത്തിലെ ആദ്യ ട്രെയിൻ യാത്രയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയാണ് ഡൽഹിയിൽ മുരളിക്ക് കത്തയച്ച് മകനെ ട്രെയിൻ മാറിക്കയറാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആദ്യമായി ഡൽഹിയിൽ സഹായത്തിനെത്തിയ തളിക്കുളത്തുകാരനെ ഓർക്കാറുണ്ടെങ്കിലും നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ദിനമാണിതെന്ന് മുരളിയെ പൊന്നാടിയണിയിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുഹമ്മദ് അലി പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങിൽ എടശ്ശേരി CSM സ്കൂൾ മാനേജർ PK ഹൈദരാബാദി, മുഹമ്മദ് അലിയുടെ ഭാര്യ റസിയ, നാട്ടുകാരായ ഹൈദരലി, അബ്ദുൾ അസീസ്, സഹപാഠി കേണൽ റപ്പായി എന്നിവരും സംബന്ധിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യനോസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി ഫാദർ വിക്ടർ തൊമ്മാന കൊടിയേറ്റം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ലതീഞ്ഞ നൊവേന, ആഘോഷമായ ദിവ്യബലി എന്നിവയുണ്ടായി. ആക്ടിംഗ് വികാരി ഫാദർ ടിൻഡോ കൊടിയൻ സഹകാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ ജോഷി കണ്ണത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ഷാജൻ കുറിയടത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 10, 11 തീയതികളിലാണ് തിരുനാൾ. കോട്ടപ്പുറം മണ്ണത്രിക്കോവ് ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണുപ്രസാദ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. സംരക്ഷണ സമിതി പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, രക്ഷാധികാരി CP സൂര്യനാരായണൻ, കോർഡിനേറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് തല അക്ഷരോത്സവം സാഹിത്യകാരൻ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വിയ്യൂർ ഗ്രാമീണ വായനശാലയിൽ നടന്ന അക്ഷരോത്സവത്തിൽ തൃശൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് PV മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K രാമചന്ദ്രൻ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ME രാജൻ, CP പ്രമോദ്, ജില്ലാ കൌൺസിൽ അംഗം ND സത്യൻ, TG അജിത തുടങ്ങിയവർ സംസാരിച്ചു.
ആളൂർ തിരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 50 വർഷം പിന്നിട്ട ഷോലെ സിനിമ പ്രദർശിപ്പിച്ചു. ചലച്ചിത്ര നടൻ ജോസ് പാറേക്കാടൻ പ്രൊജക്ടർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു. പൊതുസമ്മേളനം വികാരി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഷാജി വർഗീസ്, കൈസ്ഥാനി PB ബിജു, സെക്രട്ടറി MM ഗിരീഷ്, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഹാനോക്, ലിസി പ്രിഞ്ചിത്ത് എന്നിവർ സംസാരിച്ചു. അലങ്കാരങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ ഒത്തുചേരുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട വെണ്ണ തൂക്കി നോക്കിയപ്പം അത് മൊത്തത്തിൽ നടിയെല്ലാം ഇളക്കി. യുവാക്കൾ ഇവിടുത്തെ മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുമ്പോ ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ ജില്ലയിൽപ്പെട്ട മാള, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട ഉപജില്ലകളിലെ പ്രതിഭകളുടെ മത്സരാവേശം ഉയർത്താനുള്ള മോട്ടിവേഷൻ ക്ലാസ് നടന്നു. ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം കൂടിയാട്ട കലാകാരൻ ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T. ശൈല അധ്യക്ഷത വഹിച്ചു. AO KK സുരേഷ്, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഡോക്ടർ AV രാജേഷ്, HM ഫോറം കൺവീനർ TK ലത, AC സുരേഷ്, മെജോപോൾ എന്നിവർ സംസാരിച്ചു. മോട്ടിവേഷണൽ സ്പീക്കർ TP സതീഷ് ക്ലാസ് നയിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ജനുവരി 5 മുതൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 5-ന് രാവിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സെക്രട്ടറി പ്രൊഫസർ മനീഷ് R. ജോഷി ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി, സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ VS സുജിത, ജോയിന്റ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യേശുവിന്റെ ജനനം മുതൽ ഉയിർപ്പ് വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി. മതിലകം സെന്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരിഷ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിൻ, ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതൽ ചിത്രകലയെ ധ്യാനിക്കുകയും പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ ഭാവനാപൂർണമായ സഞ്ചാരം നടത്തുന്നത്. ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ ഓരോ വിശ്വാസിയുടെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഇരുവരും. ബൈബിൾ അധിഷ്ഠിത ചിത്രങ്ങളോടൊപ്പം പ്രകൃതിയുടെ വിവിധ ദൃശ്യങ്ങളുടെ ക്യാൻവാസ് രചനകളും ഉൾപ്പെടുന്ന പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മതിലകം പുന്നയ്ക്ക ബസാർ സ്വദേശി കാക്കശ്ശേരി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി അംഗീകാരങ്ങൾ നേടി. കേരള ലളിതകലാ അക്കാദമി സമ്മാനങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിയുടെ പ്രശംസയ്ക്കും അർഹരായി. വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ എന്നീ മീഡിയകളിലൂടെയാണ് രചനകളിലേറെയും. ഞങ്ങളും ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ പ്ലാൻ ചെയ്ത് ദൈവത്തിന്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചിത്ര പ്രദർശനത്തിന് വേണ്ടി. ഞങ്ങൾ എല്ലാ പെയിന്റിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആക്രിലിക് ആണ്. പിന്നെ 2 പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളർ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഞങ്ങൾ ഒരു 3-4 ഡേയ്സ് ഒരു പെയിന്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 30 ഡ്രോയിങ്സ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 30ഓളം ചിത്രങ്ങളാണ് ദൈവപുത്രൻ എന്ന പ്രദർശനത്തിലുള്ളത്. ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ അരുൺ തെക്കിനേത്ത്, ആർട്ടിസ്റ്റ് നന്ദകുമാർ പായമൽ എന്നിവർ മുഖ്യാതിഥികളായി. TCV ന്യൂസ്, കയ്പമംഗലം. മണ്ണുത്തി നെല്ലങ്കര വൈലോപ്പിള്ളി ഫസ്റ്റ് സ്ട്രീറ്റിൽ മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ സഹോദരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. താണിക്കൽ ജിനേഷ് സഹോദരൻ വിനേഷിനെയാണ് കത്തികൊണ്ട് കഴുത്തിൽ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ വിനേഷിനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ജിനേഷിനെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുണകരമായ പദ്ധതിക്കെതിരെ LDF, UDF മുന്നണികൾ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തൃശൂർ സൌത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജില്ലാ സെക്രട്ടറി EP ഹരീഷ്, മണ്ഡലം ഭാരവാഹികളായ രതീഷ് TG, ഷൈൻ നെടിയിരിപ്പിൽ, ഉണ്ണിമോൻ NS, കൃഷ്ണനുണ്ണി, നിഷ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം പാലയ്ക്കൽ മുത്തി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പറനിറയ്ക്കൽ, ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ എന്നിവയുണ്ടായി. ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശപൂരങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തി.
പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്ത്യനോസിന്റെ ദർശന തിരുനാൾ ആഘോഷിക്കുന്നു. വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ തീർത്ഥ കേന്ദ്രത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10-ന് തിരുനാൾ കുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ഇലോയ് ചിറമൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ നോബൽ ഐനിക്കൽ തിരുനാൾ സന്ദേശം നൽകും. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡേവിസ് ചിറമേൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 9, 10, 11, 12, 13 തീയതികളിലാണ് തിരുനാൾ. പതിവ് തെറ്റിയില്ല. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ ചോഴിയെത്തി. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി ചോഴി കളിച്ചു വരുന്നത്. ശിവന്റെ ഭൂതഗണങ്ങളായി വേഷം കെട്ടിയ കുട്ടികളും മുത്തിയമ്മ, പട്ടർ, ചിത്രഗുപ്തൻ, കാലൻ എന്നിവരായി വേഷമിട്ട മുതിർന്നവരും ചെണ്ടക്കാർ, കൊമ്പുകാർ എന്നിവരുമാണ് ചോഴികളിയിലെ പങ്കാളികൾ. ഉണങ്ങിയ വാഴയില ദേഹത്ത് മുഴുവനായി കെട്ടിയാണ് ചോഴി കളിക്കുന്നത്. മുത്തിയമ്മ കുട്ടികളുടെ നടുക്കുനിന്ന് തമാശ കലർന്ന പാട്ടുകൾ ആലപിക്കും. കുട്ടികൾ അതിനനുസരിച്ച് താളം പിടിക്കും. കാലനും ചിത്രഗുപ്തനും ഉച്ചത്തിൽ അലറി വിളിച്ച് രംഗത്ത് പ്രവേശിക്കും. അഭിനേതാക്കൾ വീടുവീടാന്തരം കയറിയിറങ്ങി നൃത്തം ചെയ്ത് കളിയിൽ അണിനിരക്കും. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വീട്ടുമുറ്റങ്ങളിൽ മനോഹരമായി മൺതിട്ടകൾ വെച്ച് ചാണകം മെഴുകിയാണ് തിരുവാതിരയെ വരവേറ്റത്. പയറും ചേരുവകളായ പുഴുക്കും കൂവപ്പായസവുമാണ് തിരുവാതിരയിലെ പ്രധാന വിഭവങ്ങൾ. കാലം എത്ര മാറിയാലും പുതിയ തലമുറയും ഈ വിശ്വാസങ്ങൾ പാലിച്ചു വരുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 6, 7 തീയതികളിൽ ഗുരുവായൂർ നഗരസഭ ടൌൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 6-ന് നിലവിലെ ജില്ലാ കൌൺസിൽ യോഗം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് മഞ്ജുളാൽ പരിസരത്ത് നടക്കുന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി TM കൊഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, MF ജോയ്, VK ജയരാജൻ, CG റാഫേൽ, K അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ കൊറ്റനെല്ലൂർ തൂമ്പൂരിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിയെ ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. താഴേക്കാട് കൊമ്പിടി പുല്ലൂർ വീട്ടിൽ അനിക്കുട്ടൻ എന്ന് വിളിക്കുന്ന അനിൽകുമാർ, താഴേക്കാട് കൊമ്പിടി പുതൂർ വീട്ടിൽ സുട്ടൻ എന്ന് വിളിക്കുന്ന വസന്തൻ, പുത്തൻചിറ പടുത്തുരുത്തി വീട്ടിൽ വിമോജ് എന്നിവരാണ് പിടിയിലായത്. ധനുമാസത്തിലെ തിരുവാതിര വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തിരുവാതിര ദിനത്തിൽ പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നു. വടക്കുംനാഥന് കലശവും പാർവതിക്ക് പുഷ്പാഭിഷേകം ജൈവവൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ C. ജോർജ് തോമസ് രചിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ജൈവവൈവിധ്യവും പരിസ്ഥിതിയും എന്ന പുസ്തകം റവന്യൂ മന്ത്രി K. രാജൻ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സസ്യശാസ്ത്രം അധ്യാപിക ഡോക്ടർ AK. ഷിനിഷ പുസ്തകം ഏറ്റുവാങ്ങി. അദാനി ഉൾപ്പെടെയുള്ള കുത്തകകൾക്ക് നമ്മുടെ കാട് കുടിപതിച്ചു കൊടുക്കാനുള്ള അപകടകരമായ നീക്കത്തിന് കേന്ദ്ര സർക്കാർ കോപ്പുകൂട്ടുന്ന സന്ദർഭത്തിലാണ് ഇത്തരമൊരു പുസ്തകം പുറത്തിറങ്ങുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. പരിഷത്ത് ജില്ലാ ശാസ്ത്രാവബോധ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ JS മിനിമോൾ, ഡോക്ടർ AV സന്തോഷ് കുമാർ, C. ബാലചന്ദ്രൻ, ഡോക്ടർ C. ജോർജ് തോമസ്, KK കസീമ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവിൽ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. കാർ ഓടിച്ച മങ്ങാട് സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തുനിന്ന് മങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നത്തെ സ്വർണം നിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കും. തെറ്റ് തിരുത്തി വരുന്നവരെ പാർട്ടി സ്വീകരിക്കുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് മർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തീരദേശ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ദേശീയപാത നിർമ്മാണത്തിനായി പുഴയിൽ നിന്ന് മണലെടുക്കുന്നത് അശാസ്ത്രീയമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.